ഈ ആയുർവേദ റിസോർട്ട് നേരത്തെ ഉണ്ടായതാണ്, അത് ഉടനെ പൊങ്ങി വന്നതൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു വിവാദം പൊടുന്നനെ ഉയർന്നു വന്നത്? പൊടുന്നനെയല്ല, ഇത് 2014 തുടങ്ങിയതായിരുന്നു. അത് യഥാർത്ഥത്തിൽ അതിന് ആശയത്തിന് രൂപം കൊടുത്ത ഞാൻ തന്നെയാണ്. ഞാൻ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിലും ഒക്കെ ഓരോ വർഷങ്ങൾ പലപ്പോഴുമായിട്ട് ഇവിടെയൊക്കെ പോയി ചികിത്സ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ് ഇതുപോലൊരു സ്ഥാപനം എൻ്റെ നാട്ടിലുണ്ടാക്കണം. എൻ്റെ വീട്ടിനടുത്ത് ഒരു പ്രശസ്തനായിട്ടുള്ള പാരമ്പര്യ ചികിത്സക്കാരുണ്ട്, ഒരു ഗുരുക്കൾ എന്നാണ് നിങ്ങൾ മലബാർ പറയുക. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പല സ്ഥലവും പോയി നോക്കി. അവസാനം ഒരു സ്ഥലത്ത് കണ്ടെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് നോക്കി ഒരു അഭിപ്രായം പറയണം. കാരണം അവർക്ക് ഒരു വിശ്വാസമുണ്ട് എന്നിൽ. ഞാൻ പോയി നോക്കിയപ്പോൾ അത് അതിമനോഹരമായ സ്ഥലമാണ്, കാടാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരൊന്നും ആലോചിക്കണ്ട, നിങ്ങൾ ഈ അഡ്വാൻസ് കൊടുക്കുക, സ്ഥലം എടുക്കുക, നമുക്കിവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാം, ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കി. ആദ്യം അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങയുടെ ഉപദേശവും ആശയവും മാത്രമായിരുന്നു, അല്ലാതെ അങ്ങയുടെ നിക്ഷേപം അതിലുണ്ട് എന്ന രീതിയിലായിരുന്നു? അതിലില്ല, എനിക്കൊരു നിക്ഷേപമില്ല. പിന്നെ നിക്ഷേപം ഉണ്ടെങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ നിക്ഷേപിക്കേണ്ട, എനിക്ക് ആകെയുള്ള വരുമാനം ഞാനിവിടെ ഈ തിരുവനന്തപുരം ട്രഷറിയിലേ ഉള്ളൂ, MLA പെൻഷനും ശമ്പളവും. ഇതിൻ്റെ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ മകനാണ് അവരെല്ലാം കൂടെ എൻ്റെ പ്രസിഡൻ്റാക്കിയത്. അവൻ ദുബായിൽ നിന്ന് വന്ന അവസരത്തിൽ അവൻ്റെ NRI അക്കൗണ്ടിൽ നിന്ന് നേരെ 25 ലക്ഷം റുപ്യ അവൻ യഥാർത്ഥത്തിൽ തീരെ സന്നദ്ധനായിരുന്നില്ല. 25 ലക്ഷം റുപ്യക്ക് ഇതിലേക്ക് കൊടുത്തു. ഭാര്യ വരുന്നത് ഇപ്പോൾ 2021 ഡിസംബറിലാണ്, ഒരു കൊല്ലമായിട്ടുള്ളൂ. ആ വരുന്നതന്നെ എങ്ങനെയാണ്? ആ വരുന്നത് അവർ ബാങ്ക് ജീവനക്കാരിയായിരുന്നു. ബാങ്കിൽ അവർക്ക് PF ഉണ്ട്. അവർ ഇൻകം ടാക്സ് വരും, അതിൽ നിന്ന് പരിരക്ഷ കിട്ടാൻ വേണ്ടി മാക്സിമം PFലേക്ക് പണമടക്കും. അതൊക്കെ ബാങ്കിൻ്റെ റെക്കോർഡാണ്. അങ്ങനെ വന്നപ്പോൾ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് 10-55 ലക്ഷം റുപ്യ PF ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് അങ്ങനെ കൊണ്ടുവരും. അവരെന്താ, ഇതിന് ഫിക്സഡ് ഡെപ്പോസിറ്റായിരുന്നു കേരള ബാങ്കിൽ. അവർ റിട്ടയർ ചെയ്ത് വരുമ്പോൾ കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റായിരുന്നു. ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് 2% അവർ തരുന്ന പലിശക്ക് പുറമെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ പണം എടുത്തിട്ട് ഇതിന് കൊടുത്തത്. ആ പൈസയാണ് അവരുടെ ഷെയർ. ഇപ്പം ഞങ്ങൾ പിന്നെ വൈഫോടും മകനോട് ഞാൻ പറഞ്ഞത്, മകനിപ്പോൾ അതിൽ ഷെയറിൽ വന്നിട്ട് 5 ലക്ഷം മറ്റോ അവനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അവർ രണ്ടാളും ഷെയറും ഞങ്ങൾ പറഞ്ഞ് ഇത് വെറുതെ എന്തിനാ ഈ ചീത്തപ്പേര് കേൾക്കുന്നിങ്ങനെ. അതുകൊണ്ട് ഇതിൻ്റെ കമ്പനി ആക്ട് നിയമം അനുസരിച്ച് കമ്പനിയിൽ ആരെങ്കിലും ഈ ഷെയർ വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ പബ്ലിക്കിലായിരിക്കും കൊടുത്ത് അവരുടെ ഷെയർ കൊടുത്ത് ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെയാണ് വാസ്തവം എന്നിരിക്കെ സംസ്ഥാന സമിതിയിൽ എന്തുകൊണ്ട് ഈ ഒരു വലിയ വിഷയമായി ഉയർത്തിക്കാണാം? സംസ്ഥാന സമിതിയിലൊന്നും ഇതെല്ലാം ഈ നാട്ടിൽ ഇതെല്ലാം ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാരെ നിങ്ങളറിയോ? അപ്പം ഇത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ബോധപൂർവ്വം ചില കാര്യങ്ങൾ നടത്തിയത് മാത്രമേ ഉള്ളൂ. ബോധപൂർവം എന്തുകൊണ്ട് P. ജയരാജൻ്റെ പേര്, അദ്ദേഹമാണ് ഈ ആരോപണം ഉയർത്തിയെന്ന രീതിയിൽ ഒരു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വന്നു എന്നുള്ളതാണ്. P. ജയരാജൻ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനുള്ള യോഗത്തിലല്ല ജയരാജൻ ഈ പ്രശ്നം ഉന്നയിച്ചെന്നുള്ള വാർത്ത വന്നത്. ഞാനില്ലാത്തൊരു യോഗത്തിലായിരുന്നു. അവിടെയും ജയരാജൻ ഇങ്ങനെ എന്തെങ്കിലും അഴിമതി നടത്തിയെന്നോ വഴിവിട്ട സ്ഥാപനം ഉണ്ടാക്കിയതോ ഒന്നും ജയരാജൻ പറഞ്ഞിട്ടില്ല. അത് മാധ്യമം ഉണ്ടാക്കിയതാണ്. അതൊരു ആലോചനയുടെ ഭാഗമായി വന്നതാണ്. ജയരാജൻ തന്നെ പിന്നീട് അത് പറഞ്ഞു. ഞാൻ എൻ്റെ പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു, ഞാൻ അഴിമതി നടത്തുന്ന നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ജയരാജൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജയരാജൻ തന്നെ പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ജയരാജൻ തന്നെ പിന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാർത്ത വന്നത് അവിടെ പറഞ്ഞ കാര്യങ്ങളല്ല, തെറ്റായിട്ടുള്ള വാർത്തയാണ് കൊടുത്തത്. എന്തോ ഭയങ്കര സംഭവമാണ്. പിന്നെ രണ്ടാമത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ മുമ്പാകെ, കാരണം മാധ്യമങ്ങളൊക്കെ പറഞ്ഞതല്ലേ, സ്വാഭാവികമായും CPM പോലുള്ളൊരു പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. ഞാനിത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്താ മാധ്യമം എഴുതിയത്? EPക്ക് നേരെ അന്വേഷണം. ആരന്വേഷണം? എവിടെ തീരുമാനിച്ചിന്? അന്നോ ഇത് പറഞ്ഞല്ലേ. ഒറ്റ ചോദ്യമാണ് അവർ ഉന്നയിച്ചൊരു കാര്യം, ഇങ്ങനെയുള്ള കമ്പനികൾ രൂപീകരിക്കുന്നതിന് നമ്മൾ നമ്മുടെ സേവനം ഇങ്ങനെ ഉപയോഗിക്കാൻ ചെയ്യുന്നത് ശരിയാണോ? ഒരു സംശയമാണത്. അതിനെന്താ? ഈ കമ്പനിയുടെ പേര് തന്നെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് സേവനം, അതായത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ സേവനങ്ങൾ നടത്താൻ പാടുണ്ടോ എന്നാണോ ഉദ്ദേശിച്ചത്? അത് ഇത്തരം കമ്പനികൾക്ക് അതൊരു ഒരു ഐഡിയ, ഒരു ആശയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരുപാട് കമ്പനികൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികൾക്ക് ഇപ്പോഴും ഞാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് വാർത്ത വന്നത്, എവിടുന്നാണ് വന്നത്, ആരാണിത് മാനിക്കുലേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരി, നിങ്ങൾക്കൊക്കെ നന്മ വരട്ടെ എന്ന് അവരോട് പറഞ്ഞു. ഇത് വലിയ വിവാദമായിപ്പോൾ അങ്ങ് പി ജയരാജനുമായി ഫോണിലൂടെയോ നേരിട്ടോ സംസാരിച്ചിരുന്നോ? ഈ എന്തിനാ ഫോണിൽ സംസാരിക്കുന്നത്? ഞങ്ങൾ നേരിട്ട് കാണുന്നവരും സംസാരിക്കുന്നവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരും ഒരു പാർട്ടി ഘടകത്തിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. പിന്നെ അങ്ങനെ ചോദിക്കണ്ടേ? ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്.